അതെ, ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്പിൾ ഉപ്പിലിട്ടത്. അപ്പൊ നമുക്ക് ആ ട്രെൻഡ് ഒന്ന് മാറ്റി പിടിച്ചാലോ? ആ ആപ്പിള് ഒറ്റയ്ക്കിടാതെ ഇനി നിങ്ങൾ ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അത് പ്രത്യേകം നല്ലൊരു രുചിയാണ്. അതിനായി ഞാൻ എടുത്തേക്കുന്നത് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് 2 കളറിലുള്ളതാണ് ഇപ്പൊ എടുത്തേക്കുന്നത്. ഓറഞ്ച് കളറും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സാധാ കളർ ചുമല കളറും ഓറഞ്ച് കളറും ഉള്ള ക്യാരറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഈ 2 സവോളയാണ്, പിന്നെ പച്ചമുളക്, അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിലിട്ട് നോക്കാം എങ്ങനെയാന്ന്. പിന്നെ വൈറ്റ് വിനെഗർ ആണുള്ളത്, വെള്ളം തിളപ്പിച്ചാർച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ സോൾട്ടും ആണ് ഉള്ളത്. ഓക്കെ, നമുക്കിനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് ക്യാരറ്റ് ഇച്ചിരി നീളത്തിൽ വേണം അരിയാൻ കേട്ടോ ആദ്യം. അപ്പം ഞാനിങ്ങനെ നീളത്തിലങ്ങ് മുറിക്കുവാണ്. ഇതുപോലെ ക്യാരറ്റ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫുള്ള് ക്യാരറ്റ് ഇതുപോലെ ഈ വലുപ്പത്തിൽ വലിയ കട്ടിയില്ലാതെ നമുക്ക് അരിഞ്ഞു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ആപ്പിളിനെ ഒന്ന് മുറിച്ചെടുക്കാവേ. ആപ്പിൾ നമുക്ക് നടുക്കത്തെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റാവേ. ആപ്പിൾ നമുക്ക് എന്താ ഇങ്ങനെ ഒന്ന് അരിഞ്ഞിട്ട് അതും അധികം കട്ടി കുറയ്ക്കാതെ ഇച്ചിരി ഒരു കട്ടിയിൽ നമുക്ക് നീളത്തിൽ ഇതുപോലെ മുറിച്ചിടാവേ. ഇനി അടുത്ത് നമ്മുടെ സവോള അരിഞ്ഞെടുക്കാവേ. സവോള നമ്മൾ സാധാരണ അരിയുന്നത് തന്നെ അരിഞ്ഞാൽ മതി കേട്ടോ. ഇനി ഒരു 2-3 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്കിടാവേ. കാന്താരിമുളക് ഉണ്ടെങ്കിൽ കാന്താരിമുളക് ഇടുന്നതാണ് നല്ലത്. പക്ഷേ എനിക്ക് കാന്താരിമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് ഇടുന്നത്. ഇനി ചെറിയൊരു ഇഞ്ചി കഷ്ണം ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുക്കാവേ. ഇതുപോലെ ഞാൻ എല്ലാ വെജിറ്റബിൾസ് ക്യാരറ്റും അതുപോലെ തന്നെ ആപ്പിള് പിന്നെ സവോള ഇഞ്ചി പച്ചമുളക് ഇത്രയും സാധനം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ഉപ്പിട്ടിട്ട് ഇതിനെ തന്നെ ഒന്ന് പെരട്ടിയെടുക്കാവേ. ഉപ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പ് എല്ലാത്തിലും ഒന്ന് പിടിക്കാൻ വേണ്ടി കേട്ടോ. ഈ ഉപ്പിട്ട സാധനം ഇനി നമുക്ക് ഇതാ ഈ കുപ്പിക്കകത്തോട്ട് വാരിയിട്ട് കൊടുക്കാവേ. കുപ്പിക്കകത്ത് ഒരിക്കലും വെള്ളം കാണരുത് കേട്ടോ. നല്ല ഉണങ്ങിയ കുപ്പിയായിരിക്കണം. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വിനെഗറാണ്. ഇത് വൈറ്റ് വിനെഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമ്മൾ തിളപ്പിച്ചാർച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് നമുക്കിനി നന്നായിട്ട് ഒന്ന് കുലുക്കി കൊടുത്തിട്ട് ഇതിനി ഒരു ദിവസമെങ്കിലും നമ്മൾ ഫുള്ളിത് വെക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ അകത്ത് ഇതെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റോടെ വരുള്ളൂ. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. Today my mom made this. Let's try, guys. It's good. It's just so good.